ഈ കോപ്പ അമേരിക്കയില് നമ്മളെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അല്ല, അർജുനന്റെ അവിടെ നിൽക്കട്ടെ. പിന്നെ മെസ്സിനെ കുറിച്ച് പറയാം നമുക്ക് ആദ്യം. ഓക്കെ ഉം. ആ, അതെ, ഉം, നമ്മുടെ അർജന്റീനയുടെ നായകൻ, ഫുട്ബോളിന്റെ നായകന്, ഉം. എല്ലാത്തിന്റെയും നായകനായ ഓ, ലിയണൽ മെസ്സിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങൾക്ക്. എന്തുകൊണ്ട് എല്ലാവർക്കും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കളി തന്നെ ആരായിട്ട് കാനഡയായിട്ട് ഇനി കളി നടന്നത്. കാനഡയായിട്ട് 2-0 ജയിച്ചു കയറുന്നത് കണ്ടു. അത് ചോദിക്കും. യാ, അതിൽ മെസ്സിയുടെ പങ്ക് നല്ല അടിപൊളി പങ്കായിരുന്നു. നല്ല അടിപൊളി പങ്കുണ്ട്. അടിപൊളി പങ്കായിരുന്നു. ഞാൻ പറഞ്ഞ രണ്ട് ഓപ്പൺ മിസ്സാണ് ആളെ കയ്യിൽ നിന്ന് വന്നത്. മിസ്സൊക്കെ ഉണ്ടാകും, മിസ്സൊക്കെ ഉണ്ടാവും, അത് ശരിയാണ്. യാ. ഏത് പിള്ളേരുണ്ട്, പക്ഷെ ഇത്രയും നല്ല ബിഗ് ചാൻസ് മിസ് ചെയ്യണത് അങ്ങനെ ആളുണ്ടാവില്ല. ഞാൻ പറഞ്ഞടാ, ഉം. ആ കളിയില് ഉം. 2 ഗോൾ അടിച്ചു, 2 ഗോൾ സ്കോർ ചെയ്തു അർജന്റീന. ഓക്കെ അല്ലേ? അൽവാരസും മാർട്ടിനസും സ്കോർ ചെയ്തു. അതെ. അതിന് അൽവാരസ് സ്കോർ ചെയ്ത ഗോളിന് ഉം. മാക്ലിസ്റ്ററിന് ഒരു ത്രൂ ബോള് ഉം. കിട്ടില്ല, ബോള് വെച്ചെടുത്തത് ആരാ? മെസ്സിയാണ്. ആ ഗോളിന് വഴിയൊരുക്കിയത് മെസ്സിയാണ്. രണ്ടാമത്തെ കാര്യം, മാർട്ടിനസ് ഗോൾ അടിച്ചു, മാർട്ടിനസിന് അസിസ്റ്റ് കൊടുത്തത് ആരാ? അതും സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. അവിടെ സ്കോർ ചെയ്ത ആള് അദ്ദേഹം പ്ലേ മേക്കർ ആയിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, ഇപ്പൊ അങ്ങനെ പറയാലോ. ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ അത് പ്ലേ മേക്കർ. ഗോൾ അടിച്ച മെസ്സി ജയിപ്പിച്ചു, എന്തൊക്കെയല്ലേ. ഈ പ്ലേ മേക്കറും അതുപോലെ തന്നെ ഗോൾ സ്കോറിംഗും ഒപ്പം കൊണ്ടുപോകണ വേറൊരു പ്ലെയറെ കാണിച്ചാൽ പറ്റും. വേറെ പ്ലെയർ വേറെ ഉണ്ട്. ആരല്ലേ? അതിപ്പോ പറയുകയാണെങ്കിൽ നമ്മൾ ഹസാഡ് ഇപ്പോ ഫീൽഡ് ഔട്ട്. ഹസാർഡ് എത്ര പ്ലേ മേക്കർ അവാർഡ് വാങ്ങിക്കണേ? പ്ലേ മേക്കർ അവാർഡ് വാങ്ങണമെന്നുണ്ടോ? എത്ര ഗോൾഡൻ ബൂട്ട് അവാർഡ് വാങ്ങിക്കണേ? ഇതൊക്കെ ഒരു സീസണില് പ്ലേ മേക്കർ അവാർഡും ഗോൾഡൻ ബൂട്ടും വാങ്ങിയ ലോകത്തില് ഏതെങ്കിലും ഒരു പ്ലെയറെ കാണിച്ചു തരുമോ? ഇത് മെസ്സി ഒരു വട്ടമല്ല 2 വട്ടം അടുപ്പിച്ച് വാങ്ങിക്കണം. അതൊക്കെ പ്രൈം ബാഴ്സലോണൊപ്പം കളിച്ചപ്പോ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കളിത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 2 ചാൻസ് മിസ് ഉണ്ട്. പറയട്ടെ, ഫുൾ പറയട്ടെ. അതെന്താ അത് പറയൂ. 2 ചാൻസ്, അത് അദ്ദേഹത്തിന്റെ എന്താ പറയാ, എന്താണ് 37 ഏജ് ആയിട്ട്, 37 വയസ്സായിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ന്യായീകരണം ഒരുപാടുണ്ടാവും. 37 വയസ്സായി, പുല്ല് പോരാ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ലയണൽ മെസ്സിനെ സ്കോഡിൽ ഇറക്കുന്നത്? സ്കൂൾ ഇറക്കണം വെറുതെ. ആ ഡിബാല എന്ന് പറഞ്ഞ പ്ലെയർ അത്രയും മിന്നി കളിച്ച സീസണാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. എന്നിട്ട് ആൾക്ക് ചാൻസ് ഇല്ല. എന്തോ ഒരൊറ്റ കാരണമുള്ളൂ, അത് എല്ലാവർക്കും അറിയാം. ലയണൽ മെസ്സിയാണ്. സ്കോഡിൽ ഉണ്ടായിരുന്ന ആളെടുക്കാൻ. ഓക്കെ, ശരിയാണ്. ഈ ചാൻസ് കൂടി കളഞ്ഞിട്ടാണ് കളിക്കണെന്നൊരു ബോധം. ഈ ലയണൽ മെസ്സി ഒരു ടീമിൽ, ഒരു സ്കോഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വേറൊരു പ്ലെയറിനും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ കളി നടക്കും, അങ്ങനെ നടന്ന് കളിച്ചിട്ട് മെസ്സി ഇത്രയും ചാൻസ് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? മറ്റുള്ളൊക്കെ പരക്കം വാങ്ങിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാര്യം ടീമാകുമ്പോ 11 പേരും അവിടെ അധ്വാനിച്ച് കളിക്കണം. മെസ്സി സത്യം പറഞ്ഞാൽ മെസ്സി ഉള്ളൊരു ടീം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് എതിർ ടീമിന് കുറച്ച് നല്ലതാന്നേ പറയുള്ളൂ. കാരണം ഇയാൾ ഇവിടെ ഒന്നും ചെയ്യണില്ല. 10 ആളാണ് കളിക്കണേ. ഇയാളിങ്ങനെ ജസ്റ്റ് നടക്കുകയാണ് ഗ്രൗണ്ടിലൂടെ. ജസ്റ്റ് നടന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതാ, മെസ്സിക്ക് 42 പാസ് കാനഡയായിട്ടുള്ള കളിക്ക് മെസ്സി കൊടുത്തിട്ടുള്ളൂ. അതിൽ 38 വിൻ ചെയ്തു പാസ്. അതായത് 90% പാസ് അക്യുറസി അദ്ദേഹത്തിനുണ്ട്. അതില് ബാക്ക് പാസ് അതില് 5 ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ആ 5 ബിഗ് ചാൻസ് ആയിരുന്നു. അതാണ് മെസ്സിനെ മറ്റുള്ള പ്ലേയേഴ്സിൽ നിന്നും എന്താ പറയാ മാറ്റി നിർത്തുന്നത്. അവിടെ ലയണൽ മെസ്സി എന്ന് പറഞ്ഞ താരം നിങ്ങളെ എങ്ങനെ മറിച്ചിടല്? വലിയൊരു ടോപ്പ് ഗോൾ സ്കോറർ ആണ്, ഫിനിഷർ ആണെന്നൊക്കെ. എത്ര ഗോൾ അടിച്ചു, എത്ര ഷോട്ടുകൾ ബോക്സിലേക്ക് എടുത്തു. ഈ ഗോളിൽ മാത്രമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പറഞ്ഞാൽ പറയട്ടെ, എന്നാ പിന്നെ ബാക്കും ഗോളും മിഡും പിന്നെ എന്തിനാണ് ഗോളി ഇതിൽ മാത്രം നിന്നാ പോരെ? ഞാൻ ഒരു കാര്യം നീ പറഞ്ഞില്ലേ ഇപ്പൊ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, പ്ലേ കുക്കിംഗ് എന്നാണ് ശരിക്കും അതിന് പറയേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദി ഡേ എന്താണ് വേണ്ടത്? അവിടെ റിസൾട്ട് എന്താണ്? ഗോള് അവിടെ ബോക്സിലേക്ക് ബോൾ വീണാൽ അവിടെ എന്താവുള്ളൂ? കളി ജയിക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾ പ്ലേ മേക്ക് ചെയ്തു, ഞങ്ങൾ ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു പറഞ്ഞിട്ട് കളി മുന്നോട്ട് പോകുന്നില്ല, ജയിക്കുന്നില്ല. അവിടെ നിങ്ങൾ തന്നെയാണ് ഒരു മാച്ച് അത് ജയിച്ചാ പറയും മെസ്സി ജയിപ്പിച്ചു, മെസ്സിയുടെ തോളിൽ കയറി അർജന്റീന. തോറ്റു കഴിഞ്ഞാൽ പറയും ടീംമേറ്റ്സ് മോശം കളിയായിരുന്നു, അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ പിച്ച് പോരാ, ഇതാണ് ഫൗൾ ചെയ്തു, ലെഫ്രി മോശം, വാർ ചെക്ക് ചെയ്തില്ല. മെസ്സിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ മിനിറ്റിലും ഡേഞ്ചറാണ് കളി. അദ്ദേഹത്തിന്റെ കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാല് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോണെന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഒരു പ്ലെയറിനും മെസ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാല് ആള് സത്യം പറഞ്ഞാൽ ആളത്ര ഒരു പ്രൊട്ടക്റ്റഡ് ആണ്.
എന്ത് പ്രൊട്ടക്റ്റഡ്? ആൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വേറെ ഏതെങ്കിലും പ്ലെയറിന് കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ കളിയും എല്ലാം എല്ലാവരും ഇഷ്ടപ്പെടും. ഏത് പ്ലെയർ ആണ് മെസ്സിനെ തള്ളി പറഞ്ഞിട്ടുള്ളത്? തള്ളി പറഞ്ഞ ഒരുപാട് പ്ലെയർ ഉണ്ട്. അതെന്തുകൊണ്ടാ? മെസ്സിന്റെ ഓപ്പോസിറ്റ് കളിക്കുമ്പോ ഏത് മെസ്സിന്റെ ഉറ്റ സുഹൃത്ത് വരെ മെസ്സിന്റെ എതിരായിരിക്കും. എതിരാണല്ലോ, ആ എതിരല്ല, അത്രക്ക് ദേഷ്യമായിരിക്കും മെസ്സിനോട്. കാരണം അത്രക്ക് ഇതാണ് മെസ്സി ഒരു ടീം ഉണ്ടാക്കാനുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഏതൊരു പ്ലെയർ ആണെങ്കിലും ഓപ്പോസിറ്റ് കളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ട് ഇതുണ്ടാവും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് അങ്ങനെ എടുക്കണം. അതിനിപ്പോ മെസ്സിന്റെ എതിരെന്ന് പറയാൻ മെസ്സിനെ സ്പെഷ്യൽ എന്ത്? മെസ്സിക്ക് ഇത്ര സ്പെഷ്യൽ ആയാലും മെസ്സിക്ക് എന്താ സ്പെഷ്യൽ ഇല്ലാത്ത? മെസ്സിയുടെ മാജിക്കൽ മൂവ്മെന്റുകൾ ഓരോന്നും. ആള് നടന്ന നിങ്ങൾക്ക് മാജിക് ആണ്. അതെ, മെസ്സി നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മെസ്സി നടക്കുന്നുണ്ട്, ഓടുന്നില്ല, എല്ലാം സമ്മതിച്ചുതരാം. നടന്നിട്ട് മെസ്സി ഇത്രയും ഉണ്ടാക്കുന്നുണ്ട് കളിയിൽ. എത്ര ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര കീ പാസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. മറ്റു പ്ലേയേഴ്സ് ഇതേപോലൊക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താ അവിടെ ക്രിയേറ്റ് ചെയ്യും. കാരണം അവരവിടെ. എന്നിട്ട് എന്തുകൊണ്ട് ബാക്കി പ്ലേയേഴ്സ് നടക്കണില്ല? അതല്ലേ ഞാൻ പറഞ്ഞത്. മെസ്സിന്റെ അത്ര വിഷൻ ഇല്ല പ്ലെയർ ഫുട്ബോൾ ലോകത്ത് വേറെ ആരുമില്ല. അത് ഫ്രീഡം ഉണ്ട്. അത് എന്തൊക്കെ പറഞ്ഞതുണ്ട്. കാരണം മറ്റുള്ള പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആലോചിക്കണം. കാരണം അവർക്കൊക്കെ അവർ ടീമിൽ എന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവർ ഡിഫൻസിലൊക്കെ വന്ന് സഹായിക്കും. മെസ്സി അങ്ങനെ ഒരു സംഭവം നടത്താറുണ്ടോ? പിന്നെ എവിടെ? മെസ്സി ഇപ്പോ ഈ ഏജ് ആയതിനു ശേഷമാണ്. എന്നിട്ടും ഇപ്പോഴും മെസ്സി ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കലുണ്ട്, ഇറങ്ങി വരലുണ്ട് കളിക്കാൻ. വെറുതെ ഇറങ്ങി വന്നിട്ട് കാര്യമില്ല, ഡിഫെൻഡിങ് ചെയ്യലുണ്ട് മെസ്സി. അതുപോലെ ഒരു പ്ലെയർ ഇങ്ങനെ നടക്കുക ഗ്രൗണ്ടിലൂടെ. അവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്ലെയർ എന്ന നിലയിൽ, ഇപ്പൊ നമ്മുടെ ടീം എന്ന നിലയിൽ നമ്മളെന്താണ് 11 പേരും നല്ല ഊർജത്തോടെ. ടിപ്പിക്കൽ സ്ട്രൈക്കേഴ്സിൽ ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ഓലും ഒരു തേങ്ങ കാട്ടൂല, വെറുതെ മുന്നിൽ പോയാണ്ട് പെട്ടിയിൽ നിൽക്കുള്ളൂ. പക്ഷെ അവരുടെ ഫിനിഷ് അതാണ് മെസ്സിനെ മാറ്റിയിരുന്നത്. മെസ്സി ഫിനിഷും ചെയ്യും, പ്ലേ മേക്കും ചെയ്യും, എല്ലാം ചെയ്യും. എന്നിട്ട് ഈ 2 കളിയിൽ എത്ര ഗോൾ അടിച്ചു അദ്ദേഹം? ഗോൾ സ്കോർ ചെയ്തില്ല. ഓക്കെ, ഈ ഗോള് മാത്രമാണ് ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു കളി എന്ന് പറയുന്നത്. വല്ല അർത്ഥമുണ്ടോ? ഈ കളി ഫുട്ബോൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഗോൾ വരണം. ഓക്കെ, ഫുട്ബോൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഗോൾ വരണം. ഈ ഗോൾ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പാസുകൾ വരണം, നല്ല കീ പാസ് വരണം, പ്ലേ മേക്കർ വേണം, ഡിഫൻഡേഴ്സ് വേണം, ഗോൾ കീപ്പർ വേണം, ഇതൊക്കെ വേണം. ഇപ്പൊ ഇവിടെ ഗോൾ സ്കോറേഴ്സ് ഗോൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ബാക്കിൽ അതേമാതിരി ഇങ്ങനെ ഗോൾ ഇങ്ങോട്ട് കയറുന്നുണ്ട്. കളി ജയിക്കോ? ഇല്ല. അതിപ്പോ എല്ലാവർക്കും അറിയുന്ന. അതാ ഞാൻ പറഞ്ഞത്, ഈ ഗോള് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത്. നമ്മൾ ലയണൽ മെസ്സിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആളാ 2 ബിഗ് ചാൻസ് മിസ് ചെയ്തതിന് എന്താണ് നിങ്ങൾക്ക് പറയാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടാവുമല്ലോ. ബിഗ് ചാൻസ് മിസ് ചെയ്തു. ഓക്കെ, അത് അദ്ദേഹം അത്രയും സില്ലിയാക്കി കളിച്ചതാണ്, എൻജോയ് ചെയ്ത് കളിക്കണം മെസ്സി ഗ്രൗണ്ടിൽ. ഇപ്പൊ നിങ്ങൾ അങ്ങനെയാണ്. ഇനിയിപ്പോ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം പിടിക്കാലോ. എൻജോയ് ചെയ്ത് കളിക്കാണ്, ആളെല്ലാം നേടിക്കഴിഞ്ഞു, ആൾക്ക് ഞാൻ തെളിയിക്കാലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരിലേന് പിടിക്കുമല്ലോ. അദ്ദേഹത്തിന് എന്താ തെളിയിക്കാല്ലോ? ആൾക്ക് അവിടെ ബെഞ്ചിലിരുന്നാ പോരെ, വേറെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ അവിടെ കളിക്കാൻ. മെസ്സി കളിക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ലയണൽ സ്കാലോണി സ്കോളിൽ ഇറക്കണമെന്ന് വെച്ചാൽ, ഏത് കളിക്ക് അദ്ദേഹത്തിന് ഇറക്കാനും അത്രയ്ക്ക് ഇമ്പാക്ട് കളിയിൽ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. നടന്നാലും കടന്നാലും ഒക്കെ മെസ്സി ഇറങ്ങി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പാക്ട് കളിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് കളി കാണുന്ന എല്ലാവർക്കും അറിയണ കാര്യമാണ്. മെസ്സിന്റെ കളി ഫുൾ ടൈം 90 മിനിറ്റ് മെസ്സിന്റെ കളി വാച്ച് ചെയ്ത ഒരാള് അദ്ദേഹം കളിച്ചില്ല, അദ്ദേഹം നടക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് നടന്നത് എന്നൊക്കെ എല്ലാത്തിനും ഉത്തരം അദ്ദേഹം കാണിച്ചു തരും. കളി കണ്ടോൽക്ക്, ഹൈലൈറ്റ്സ് കണ്ടു വന്നാണ്ട് വളവള പറയണവർക്ക് ഒരു തേങ്ങി മനസ്സിലാവില്ല. ഈ മെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ഞാൻ പറഞ്ഞല്ലോ, അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ലയണൽ മെസ്സി. കാരണം എന്താ ആള് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരാളെ കണ്ടു, ആ ടീം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുട്ടിന് ആൾക്ക് പെനാൾട്ടി, ടീമിന് പെനാൾട്ടി. അതായത് എവിടെ ആ ടീം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അവിടെ പെനാൾട്ടി കൊടുക്കും. എന്നിട്ട് എതിർ ടീമിന്റെ ആ കോൺഫിഡൻസ് കളയാം. എന്നിട്ട് അങ്ങനെ അവര് ജയിപ്പിച്ച് അങ്ങനെ വിട്ടു, അങ്ങനെ തട്ടിമുട്ടി തകർത്തു. ഇപ്പൊ കോപ്പ അമേരിക്കയിലും എനിക്ക് തോന്നുന്നുണ്ട് നല്ല സംശയമുണ്ട് ഫിഫയുടെ കളികൾ. അതെ, എത്ര കാലമായപ്പോ മെസ്സി ഫിഫ മെസ്സിനെ ഏറ്റെടുത്തിട്ട്, അല്ലെങ്കിൽ ഫിഫ ബോയ് നടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളൊരു കൺസെപ്റ്റില് ഈ വേൾഡ് കപ്പിന് ഒരു ഉദാഹരണല്ലേ ഈ വേൾഡ് കപ്പ്. ഓക്കെ, അതിന്റെ മുന്നേ 3 ഫൈനലിൽ അദ്ദേഹം കളിച്ചു, 2 കോപ്പ, ഒരു വേൾഡ് കപ്പ്. ഫൈനലിൽ എത്തിച്ചു കൊടുത്തു. അവിടുന്ന് പിന്നെ സെക്കൻഡ് പോകാൻ വയ്യ. അത് ഫിഫ എത്തിച്ചെടുത്തായിരിക്കും. എന്ത് പറയാൻ അതിലൊക്കെ. മെസ്സി ഈ എന്താ പറയാ ഫൈനലിൽ വരെ എത്തി ഫിഫക്ക് കൊണ്ട് എത്തിച്ചാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താ പിന്നെ ഫിഫക്ക് കപ്പും കൂടി അന്ന് എടുത്തുറക്കാൻ പറ്റാഞ്ഞ്? അതൊക്കെ അത്ര വരെ ചെയ്തില്ല. അത്ര വരെ ചെയ്ത് എങ്ങനെ ന്യായീകരിക്കും?
നിങ്ങൾ ആലോചിക്കുക, ആ ക്രൊയേഷ്യനായിട്ടൊക്കെ ഫസ്റ്റ് കിട്ടിയ ഒരു പെനാൽറ്റി ഒക്കെ, ഇതൊക്കെ ക്രൊയേഷ്യ ആ ടീമിനെ തന്നെ അവിടെ അതുവരെ നന്നായിട്ട് കളിച്ച ക്രൊയേഷ്യ ആ പെനാൽറ്റി കൂടെ ഇല്ലാതായി. കാരണം ഇതല്ലേ അവസ്ഥ. ഇത്രയും VAR എല്ലാം എല്ലാ സിസ്റ്റത്തിലാണ് കറക്റ്റ് കൊടുത്തു പോയ വേൾഡ് കപ്പാണ് കഴിഞ്ഞു പോയത്. ഈ പണ്ടത്തെ വേൾഡ് കപ്പില് ഇല്ല ബാക്കിയുള്ള ടീമുകളൊക്കെ കുറെ കപ്പും മറ്റേം പൊക്കിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. പിന്നെ കുറെ ഗോൾ സ്കോർ ചെയ്താലും ഓഫ് സൈഡും മറ്റേ മറിച്ചൊക്കെ അറിയണതാണ്. ഇപ്പോ നിലവില് ലേറ്റസ്റ്റ് എല്ലാ ടെക്നോളജിയും നിൽക്കുന്ന ഈ ടൈമിലാണ് വേൾഡ് കപ്പ് അടിച്ച് പോകുന്ന നിൽക്കുന്ന ലയണൽ മെസ്സി. അതിൽ നിങ്ങൾ കടന്ന് എത്ര ന്യായീകരിച്ചിട്ടുള്ള കാര്യമില്ല. പിന്നെ ആകെ നിങ്ങൾക്ക് പറയല്ലോ ഫിഫ ബോയ് ഈ കിട്ടിയ ബാലൻഡിയോറൊക്കെ ഫിഫ കൊടുത്തതാ. ഫിഫ കൊടുത്തതുകൊണ്ട് ഫിഫ കൊടുത്ത 4 4 ഫിഫ കൊടുക്കാത്തതുണ്ട്. ഫ്രാൻസ് മാഗസിൻ കൊടുത്തതുകൊണ്ട് വേർതിരിച്ചിട്ട് കൊടുത്ത 4. അതെന്താ 4 എന്തുകൊണ്ട് ഫിഫ ബോയ് ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. ലാസ്റ്റ് കിട്ടിയ ഫിഫ ബെസ്റ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൾക്ക് കൊടുത്തത് എന്ന് പറഞ്ഞു? വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. ഇല്ല, എല്ലാ ക്യാപ്റ്റന്മാരും ലയണൽ മെസ്സിക്ക് കൊടുത്തത്. എന്ത് ഇതൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതൊക്കെ ലയണൽ മെസ്സി തന്നെ ക്ഷയിപ്പിക്കുന്നതാണോ? ഞാൻ പറഞ്ഞതാ 2020 ലെവൻഡോസ്കിക്ക് കിട്ടേണ്ട ഇത് ഫിഫ ബെസ്റ്റ് ആയിരുന്നു. അത് അന്ന് കൊടുത്തില്ല, കൊറോണ കാരണം കൊടുത്തില്ല. 2021 ഏത് ഇതെടുത്തു കഴിഞ്ഞാലും മെസ്സിക്കാണ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. എന്നിട്ട് ആർക്കാ കൊടുത്തത്? ലെവൻഡോസ്കിക്ക്. എന്തുകൊണ്ട്? വെറും സിമ്പതി മൂലം. ഇപ്പൊ ഈ കൊടുത്ത ഫിഫ ബെസ്റ്റ് എന്തുകൊണ്ടാണ്? എല്ലാം നേടിക്കഴിഞ്ഞ ഒരാൾക്കാണ് കൊടുത്ത മാതിരിയാണ് കൊടുക്കുന്നത് മെസ്സിക്ക്. ഇനി വേറെ കാര്യം പറഞ്ഞതാ. എന്നിട്ട് മെസ്സി അത് വാങ്ങാൻ വന്നു, ഫിഫ ദി ബെസ്റ്റ് വാങ്ങാൻ വന്നോ? ഇല്ല. എന്ത് ട്രോള്! അതാണ് ലയണൽ മെസ്സിന്റെ മാന്യത. അന്ന് കൊടുത്ത സിമ്പതി ആണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം തികഞ്ഞവന് കൊടുത്ത, അതും ക്യാപ്റ്റന്മാരെ കൊടുത്തിക്കണത്. ക്യാപ്റ്റന്മാരെ വോട്ടും ഇല്ല, കോച്ചുമാരെ വോട്ടും ഒക്കെ പാടെ കയറ്റാണ്ടുള്ള സാധനമാണ് ഇത്. അതായത് നമ്മള് എടുത്തിട്ടുണ്ടല്ല. അതെ, ക്യാഷിന്റെ കാര്യം. ഇലുമിനാറ്റി അല്ലേ മെസ്സി. എന്നാ മെസ്സിക്ക് എല്ലാം ഈ ലോകം തന്നെ മെസ്സിന്റെ കൺട്രോളിലാക്കാലോ. അത്രയും വലിയ ഫിഫേനി വലിയ മെസ്സി പൈസക്ക് നിർത്തുന്നുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോടാണ് ഇതൊക്കെ പറയണത്? എന്തൊക്കെ പറഞ്ഞാലും ആൾക്കൊരു ഫേവർ ഉണ്ട്, ഫീവർ ആയിരിക്കും. നിങ്ങളിപ്പോ ഈ മെസ്സിനെ കുറിച്ചൊക്കെ കുറെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഇതൊക്കെ നിർത്തി. ഇപ്പൊ ഈ സീസണൊക്കെ കഴിഞ്ഞാല് കുറെ നമ്മളെ ടോപ്പ് പ്ലെയേഴ്സൊക്കെ വിരമിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവരെ കളിയൊക്കെ കണ്ട് പരമാവധി ആസ്വദിക്കുക. അല്ലാതെ ഇവിടെ കിടന്നിട്ട് അവരെ വിമർശിച്ചിട്ടൊന്നും ഒന്നും കിട്ടാൻ പോണില്ല. ഇനി ഈ ലയണൽ മെസ്സിന്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോ പ്ലേ മേക്കർ അവാർഡ് ആയാലും ഗോൾഡൻ ബൂട്ട് അവാർഡ് ആയാലും ഇതൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ ലയണൽ മെസ്സി. അതുപോട്ടെ, ഈ പ്ലേ മേക്കർ അവാർഡ് വാങ്ങണ ആരാണ്? ഈ പ്ലേ മേക്കേഴ്സ് ആണ്. അത് ടോണി ക്രൂസ്, ഡിബ്രോയിന, പിന്നെ മോഡ്രിച്ച് ഇങ്ങനത്തെ പ്ലേയേഴ്സ് ആണ് പ്ലേ മേക്കർ അവാർഡ്. ഈ പ്ലേയേഴ്സ് ഒക്കെ ഒരു ഗോൾഡൻ ബൂട്ട് വാങ്ങണ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പോട്ടെ. ഈ ഗോൾഡൻ ബൂട്ട് വാങ്ങണ ഈ ലെവൻഡോസ്കി, ഹാരി കെയ്ൻ, എംബാപ്പെ, ഹാലൻഡ് ഇവരൊക്കെ കാര്യം എടുക്കുന്നത്, ഇവരൊക്കെ ഒരു പ്ലേ മേക്കർ അവാർഡ് വാങ്ങണ കാര്യങ്ങളും ചിന്തിച്ചു നോക്കും. പോസിബിൾ അല്ല. ഈ സംഭവങ്ങള് 2 തവണ എടുത്തിട്ടുള്ള ആളാണ് ആര്? ലിയണൽ മെസ്സി. അതായത് പ്ലേ മേക്കർ അവാർഡും ഗോൾഡൻ ബൂട്ടും ഒരു സീസണിൽ, അതായത് ഗോൾഡൻ ബൂട്ടിനുള്ള ആൾക്കാരായിട്ട് മത്സരിക്കും, പ്ലേ മേക്കർ ഇതിലുള്ള ആൾക്കാരായിട്ട് മത്സരിച്ച് ഒരു സീസണിൽ 2ഉം മേടിച്ചിരിക്കണം. അത് 2 തവണ വാങ്ങി ഒരു പ്ലെയർ ഉള്ളൂ ലയണൽ മെസ്സി. അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ. മറ്റുള്ളവർക്ക് ഇപ്പൊ ഈ സ്ട്രൈക്കേഴ്സിനായാലും പ്ലേ മേക്കേഴ്സിനും ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ് ലയണൽ മെസ്സി ചെയ്തിട്ടില്ല. ഈ ഒരു താരത്തെ പറ്റിയുള്ളത് നമ്മൾ ഏത് താരത്തെ പറ്റിയാണ് സംസാരിക്കുക? നിങ്ങൾ ആലോചിക്ക്. അപ്പോ പറഞ്ഞു വന്ന എത്ര ഉള്ളൂ, എല്ലാവരും ഇവരൊക്കെ വിരമിക്കുന്ന കാലം വരെ ഇവരെ കളി കണ്ട് ആസ്വദിക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.